നിങ്ങൾ ഏത് പേഴ്സണാലിറ്റിയിൽ പെട്ട ആളാണ് എന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് പല വഴികളുണ്ട്. അതിൽ ഞാൻ ഒരു 2 ടെസ്റ്റ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള 2 ടെസ്റ്റുകളാണ്, പ്രൂവൻ ആയിട്ടുള്ള 2 ടെസ്റ്റുകളാണ്. അധികം സമയമില്ല, ജസ്റ്റ് റഫ്ലി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിക്കിപീഡിയയിലോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പല ടൈപ്പിൽ നമ്മൾ ജാതകം നോക്കില്ലേ, അതേമാതിരി തന്നെ അതിൻ്റെ വേറൊരു സയൻറ്റിഫിക് വേർഷൻ അല്ലെങ്കിൽ പ്രൂവൻ ആയിട്ടുള്ള വേർഷൻസ് ആണ് ഇതെല്ലാം കേട്ടോ. അങ്ങനെ കണ്ടാൽ മതി. ഒരുപാട് സീരിയസ് ആയിട്ട് കാണണ്ട, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് കാണണം, നിങ്ങൾക്ക് ക്യാരക്ടറിൽ ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്കൊരു ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം. ഇത് പല രീതിയിൽ നമുക്ക് എടുക്കാം കേട്ടോ. നിങ്ങൾ ഈ 2 മെത്തേഡ് ഞാൻ ഇതിനു മുമ്പും യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. എൻ്റെ ജാനുവരിയിൽ നമ്മൾ പ്ലാനർ സെറ്റ് ചെയ്യുന്ന സമയത്ത്, എൻ്റെ പുതിയ പ്ലാനർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 2 പേഴ്സണാലിറ്റി അത് ചെയ്തിട്ട് എൻ്റെ നോട്ട്സ് ഞാൻ എഴുതി വയ്ക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പ്ലാനർ സെറ്റപ്പ് വീഡിയോ. അതിൽ ഇടയിലൊരു ക്ലിപ്പ് ഇതിൻ്റെ വരുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 2 ടെസ്റ്റുകളെ പറ്റിയിട്ട്. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ആദ്യം തന്നെ എന്താണ് പേഴ്സണാലിറ്റി എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ എങ്ങനെ ഉണ്ടാവുന്നത്? ഒരാളുടെ ചിന്തകളിൽ നിന്ന്, ബിഹേവിയർ, അയാളുടെ ഫീലിങ്സ്, ഈവൻ അയാളുടെ എന്താ പറയുക എക്സ്പീരിയൻസ്. ഇത്രയും കാലം ജീവിച്ച ഓരോ ദിവസവും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്. അതിൽ നിന്നാണ് ഓരോ ക്യാരക്ടറും നമുക്ക് മോൾഡായിട്ട് വരുന്നത്, അയാൾ തന്നെ കാണുന്നത്. അയാളുടെ നെഗറ്റീവ്സ് ചിലപ്പോൾ അയാൾക്ക് ബാഡായിട്ട് വരും, അല്ലെങ്കിൽ ചില നെഗറ്റീവ്സ് അയാൾ അത് പോസിറ്റീവായിട്ട് എടുത്തിട്ട് അത് അയാൾ ഇമ്പ്രൂവ് ആയിട്ട് വരും. അതെല്ലാം ചേർന്നിട്ടാണ് നമുക്ക് ഈ ഒരു ക്യാരക്ടറായിട്ട് വരുന്നത്. അതാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് പല ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ട് അല്ലേ? ഈ പേഴ്സണാലിറ്റീസ് തന്നെ നമുക്ക് പല ടൈപ്പ് ഉണ്ട് അല്ലേ? ഒരുപാട് ആൾക്കാർ, ഈ ലോകം എമ്പാടുള്ള ആൾക്കാരും പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരാണ്. അപ്പം ഒരുപാട് ടൈപ്പുകളുണ്ട്. നമുക്ക് മെയിനായിട്ട് നമുക്ക് 5 ടൈപ്പായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. ഇതിനെ പറയുന്നതാണ് ഓഷൻ മോഡൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ 5 ടൈപ്പിനെ മെയിനായിട്ടുള്ള ക്യാരക്ടറിനെ 5 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ പറയുന്നതാണ് ഓഷൻ മോഡൽ. അതിൽ O എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺനെസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓപ്പൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്താലും അത് പോസിറ്റീവായിട്ട് സ്വീകരിക്കും, ഓപ്പൺ ഹാർട്ടഡ്ലി സ്വീകരിക്കും. അതാണ് ഓപ്പൺനെസ്. അങ്ങനെയുള്ള ക്യാരക്ടറുകളാണ് മെയിനായിട്ട് ആദ്യത്തെ ഓഷനിലെ ഒന്നാമത്തെ. രണ്ടാമത്തെ വരുന്നത് OC അല്ലേ, കോൺഷ്യസ്നെസ് ആണ് അടുത്തത്. കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് കെയർഫുൾ ആയിരിക്കും, കുറച്ച് ഡെലിഗൻ്റ് ആയിരിക്കും. എന്ത് കാര്യം വന്നാലും കുറച്ച് കെയർഫുള്ളായിട്ടായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. പിന്നെ വരുന്നത് OCE. എന്ന് പറയുമ്പോൾ എക്സ്ട്രോവേർഷൻ. അതിൽ എക്സ്ട്രോവേർഷൻ പറയുമ്പോൾ അവർ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, എപ്പോഴും ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും, എപ്പോഴും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് എക്സ്ട്രോവേർഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എഗ്രീബിൾനെസ്, അതായത് എല്ലാവരുമായിട്ടും എപ്പോഴും നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഓക്കെ എന്ന് പറയുന്ന ആൾക്കാരെയാണ് എഗ്രീബിൾനെസ്. അതിൻ്റെ എക്സ്പാൻഡ് ചെയ്താൽ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാവും. അടുത്തത് ന്യൂറോട്ടിസം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നെഗറ്റീവായിട്ട് നോ എന്ന് പറയുന്ന ആൾക്കാരെയാണ് ന്യൂറോട്ടിസം എന്ന് പറയുന്നത്. അങ്ങനെ മെയിൻലി 5 ടൈപ്സായിട്ട് നമ്മൾ ഓഷൻ മോഡലിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് മാത്രമല്ലാട്ടുള്ളത്, 100 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. അറിയാലോ, ഈ ലോകം മുഴുവൻ ഉള്ള ആളുകളും ഓരോ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ്. സോ അതെല്ലാം നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് മെയിൻലി 5 കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ എനിക്കറിയുന്ന ഞാൻ യൂസ് ചെയ്തിട്ടുള്ള 2 ടെസ്റ്റുകളാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് 16 പേഴ്സണാലിറ്റി. 16 പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് ക്വിസാണ്. ഈ 10 മിനിറ്റ് ക്വിസിൽ ഏകദേശം ഒരു 50ഓളം ചോദ്യങ്ങളുണ്ടാവും. നമുക്കത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അവർ ആൻസർ തരും. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്, നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന്. അവർക്ക് ആക്ച്വലി 4 ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ആണുള്ളത്. ഒന്ന് അനലിസ്റ്റ്, ഒന്ന് ഡിപ്ലോമാറ്റ്സ്, ഒന്ന് സെൻറ്റിനൽസ്
ആൻഡ് എക്സ്പ്ലോറേഴ്സ്. ഈ അനലിസ്റ്റിൽ വരുന്നത് ഭയങ്കര തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാർ, കമാൻഡിങ് പവറുള്ള ആൾക്കാർ, നല്ല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരെയാണ് അനലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഡിപ്ലോമാറ്റ്സ് ഉണ്ട്, അവർ മീഡിയേറ്റർ, ഭയങ്കര പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് സ്കില്ലുള്ള ആൾക്കാരെയാണ് ഡിപ്ലോമാറ്റ്സ് ആയിട്ട് വിചാരിക്കുന്നത്. ആൻഡ് സെൻറ്റിനൽസിൽ എന്താ പറയുക, കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ഓർഡറുള്ള സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി, അങ്ങനെ പ്രാക്ടിക്കാലിറ്റി ഒക്കെ നോക്കുന്ന ആൾക്കാരാണ് സെൻറ്റിനൽസ് വരുന്നത്. പിന്നെ വരുന്നത് എക്സ്പ്ലോറേഴ്സ്, അതായത് നന്നായി ഒബ്സർവ് ചെയ്ത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെയാണ് എക്സ്പ്ലോറേഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അങ്ങനെ 4 ടൈപ്പിലാണ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 16 പേഴ്സണാലിറ്റീസിൽ. പാൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഓക്കെ, അത് ഒന്ന്. രണ്ടാമത്തെ വരുന്നത് എനേഗ്രാം ആണ്. എനേഗ്രാം എന്ന് പറയുന്നത് 1915 ഒരു ഫിലോസഫർ, ഞാൻ പേര് ഇവിടെ താഴെ സൈഡിൽ കൊടുക്കാം, പറഞ്ഞിട്ട് കൊളാക്കുന്നില്ല, തെറ്റിയാണ് പറയുന്നതെങ്കിൽ വെറുതെ വേണ്ടല്ലോ. അപ്പം 1915 ഒരു ഫിലോസഫറാണ് ഈ ഒരു എനേഗ്രാം ടെസ്റ്റ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. പിന്നെ അതിനെ എലാബറേറ്റ് ചെയ്തു. ഈ എനേഗ്രാം എന്ന് പറയുന്നത് ഒരു 9 ടൈപ്പ് പേഴ്സണാലിറ്റീസ് ആയിട്ടാണ് അവർ അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 9 ടൈപ്സ് ഉണ്ട് ഈ എനേഗ്രാമിൽ തന്നെ. അപ്പോൾ ഈ എനേഗ്രാമിൽ വരുന്ന 9 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ പെർഫെക്ഷനിസ്റ്റ്, രണ്ടാമത്തെ ഹെൽപ്പർ അല്ലെങ്കിൽ ഗിവർ, മൂന്നാമത്തെ അച്ചീവർ അല്ലെങ്കിൽ പെർഫോമർ, നാലാമത്തെ റൊമാൻറ്റിക് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റ്, അഞ്ചാമത്തെ ഒബ്സർവർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ, ആറാമത്തെ ലോയലിസ്റ്റ് അല്ലെങ്കിൽ ലോയലായിട്ടുള്ള ആൾക്കാരെയാണ് ആറാമത്തെ കാറ്റഗറി ആയിട്ട് പെടുത്തിയിരിക്കുന്നത്. ഏഴാമത്തെ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ. എട്ടാമത്തെ കാറ്റഗറി വരുന്നത് ചലഞ്ചർ അല്ലെങ്കിൽ പ്രൊട്ടക്ടറായിട്ട് ഇരിക്കുന്ന ആൾക്കാരെ ആണ് എട്ടാമത്തെ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. ലാസ്റ്റ് പീസ് മേക്കർ, പീസ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരെയാണ് 9ാമത്തെ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏത് ടൈപ്പിലാണ് പെടുന്നതെന്നുള്ളത് എനേഗ്രാം ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ 2 ടൈപ്പ് ഓഫ് ടെസ്റ്റുകളാണ് നമുക്കുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ 2 ടെസ്റ്റും എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ക്യാരക്ടറാണ്, ഏത് പേഴ്സണാലിറ്റിയാണ് നിങ്ങളെന്നുള്ളത് മനസ്സിലാക്കാം. എന്തൊക്കെ സ്വഭാവങ്ങൾ മാറ്റണം, ഏതൊക്കെ ക്യാരക്ടറിസ്റ്റിക് മാറ്റണം, ഏതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.